ഇന്ത്യയിലെ 70% പോപ്പുലേഷനും ഇനഫ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നില്ല. പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീൻ ബാർ, പ്രോട്ടീൻ ചിപ്സ്, ഇതിൽ കാര്യങ്ങൾ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അമൂല് പ്രോട്ടീൻ വാട്ടർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു അമൂല് മാർക്കറ്റിൽ പ്രോട്ടീൻ ലോഞ്ച് ചെയ്താൽ മറ്റ് പ്രോട്ടീൻ കമ്പനീസിന്റെ സെയിൽസ് എന്തായിരിക്കും. ഇത്ര ടെൻഷൻ മറ്റ് പ്രോട്ടീൻ കമ്പനീസ് പോലും എടുത്തിട്ടുണ്ടാവില്ല. ഇന്ത്യയിലെ 70% പോപ്പുലേഷനും ഇനഫ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നില്ല. അതിന് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് തിങ്, നമ്മൾ ഇന്ത്യൻസിന്റെ ഡയറ്റ് അത് വളരെ മോശമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും നമ്മൾ പ്രോട്ടീൻ പൗഡേഴ്സിനെ ഒരു മോശം സാധനമായിട്ടാണ് കാണുന്നത്. കൂടാതെ ഈ പ്രോട്ടീൻ പൗഡേഴ്സ് എല്ലാം കോസ്റ്റ്ലിയുമാണ്. ഒരു സ്കൂപ്പിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 85 രൂപയാണ്. അതിൽ നിന്ന് ലഭിക്കുന്നതോ 25 ഗ്രാം പ്രോട്ടീനും. ഒരു മിഡിൽ ക്ലാസ് 4 അംഗമുള്ള ഫാമിലിക്ക് അത് അഫോർഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അമൂലിന്റെ പ്രോട്ടീൻ നമുക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുമോ? അതുമില്ല. കാരണം അമൂൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ വാട്ടറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 120 രൂപയാണ്. അതിൽ വെറും 10 ഗ്രാം പ്രോട്ടീനും ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അമൂൽ ഫോക്കസ് ചെയ്യുന്നത് നോർമൽ ഓഡിയൻസ് അല്ല, മറിച്ച് പ്രീമിയം ഓഡിയൻസിനാണെന്ന്. എന്നാൽ